കുട്ടി രാവിലെ നമ്മുടെ വീഡിയോ കാണുമ്പോഴുള്ള എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫോൺ എടുക്കാൻ വിളിച്ച് താമസിച്ചുപോയി. അമ്മച്ചി ഒരു വേദന ഇല്ലാടെ ഉള്ളേ. തുള്ളിച്ചേടുവാ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയതിന്റെ സന്തോഷാ. എങ്ങനെ നമുക്ക് എണീക്കാം? രാവിലെ എഴുന്നേറ്റ് വിട്ടു പോകാൻ പറഞ്ഞപ്പോ കട്ടിലേന്ന് ചാടിയിട്ട് ജോലിക്കുട്ടി പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരെ വന്നൊരു വിസിറ്റ് ഉണ്ട്. അസക്കുട്ടിയുടെ പരിപാടി നോക്ക്. ഇപ്പൊ ചേച്ചിമാരുടെയും ചേട്ടന്റെ ഒക്കെ മുതുക് തീർക്കളിയാ എന്റെ പരിപാടി. പുള്ളി വലിഞ്ഞു കയറാൻ നോക്കുമ്പോ നഖം കൊള്ളണ കണ്ട. നല്ല പില്ലോയാണോ മോനെ? ഇന്ന് അവോക്കാഡോ സ്മൂതി ആട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്. സ്ക്രാമ്പിൾഡ് എഗ് ഇഷ്ടമല്ല കുഞ്ഞിന്. രാവിലെ പിന്നെ അതിന് വലിയ പരാതിയില്ല. പുള്ളി ഇപ്പം ഫ്ലോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മുട്ട പൊരിച്ചു കൊടുത്താൽ കഴിക്കുന്നുണ്ട്. യെല്ലോ ഇല്ലാണ്ട് വൈറ്റ് ഇട്ട് സ്ക്രാമ്പിൾ ചെയ്യും കേട്ടോ. നമ്മുടെ യെല്ലോ എസക്കുട്ടനുള്ളതിൻ്റെ അകത്തേക്ക് കൂട്ടിയിട്ടു. ഇത് പിള്ളേർക്ക് നോർമൽ എഗ്ഗ്. കഴിപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യില്ല എസക്കുട്ടി. പാത്രം എടുത്ത് അടിക്കണ എന്തിനാ? മമ്മയുടെ കയ്യിലോട്ട് വാ. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാട്ടോ. പപ്പയുടെ ബ്രേക്ക്ഫാസ്റ്റ്, മമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ്. കണ്ട ഫ്ലോർ മുഴുവനും കുളമായിട്ട് കിടക്കുവാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിൻവ പുലാവ് അങ്ങ് ഉണ്ടാക്കി വെച്ചേക്കാം, സോയാബീൻ്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫുഡ് ഉച്ച കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ ഫുഡ് റെഡിയായി ടൈം തെറ്റിപ്പോവുമല്ലോ കഴിക്കാൻ. നമ്മൾ ആ പുലാവ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടോ യൂസ് ചെയ്യുന്നത്. കാരണം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളിത് ചേർക്കില്ല. കുറച്ച് വെജിറ്റബിൾ ഓയിലിൻ്റെ അകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ സവോള ഇട്ട് നന്നായിട്ട് വഴറ്റുവാണ്. പിന്നെ നമ്മൾ പച്ചമുളക് ഇതിലോട്ട് ഇടും. മല്ലിയും പുതിനയും പച്ചമുളകും കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും ഒരു പുലാവിന് ബിരിയാണിയുടെയും കൂടെ ഒരു ടേസ്റ്റ് വരുമല്ലേ? ആണോ? അറിയില്ലേ? കഴിക്കാം. വിശക്കുമ്പോൾ കിട്ടുന്നത് കഴിക്കത്രേ ഉള്ളല്ലേ. തക്കാളി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കണം കേട്ടോ. നമ്മൾ പണ്ടാ മറ്റേ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയല്ലോ, കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയില്ലേ, ആ ബീഫ് ബിരിയാണിയുടെ, അതായത് നമ്മൾ ഡയറ്റ് ജേർണി തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ ബീഫ് ബിരിയാണിയിൽ ഒരു മസാല ഉണ്ടാക്കി വെച്ചില്ലായിരുന്നോ? തലശ്ശേരി ബിരിയാണി മസാല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ പൊടിച്ചതുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു സ്പൂൺ കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തപ്പോൾ ഒരു നല്ല മസാലയുടെ ഒരു ഫ്ലേവറൊക്കെ അതിന് കിട്ടും. ശരിക്കും പറഞ്ഞാൽ പുലാവെന്ന് അതിൻ്റെ ഒരു ചുമ്മാ രസത്തിന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ കൂടുതലും ബിരിയാണി സൈഡിലോട്ടായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ്. നമ്മൾ തിളച്ച വെള്ളത്തിൽ 10-15 മിനിറ്റ് ഇട്ട് വെച്ച സോയാബീൻ കേട്ടോ. ഇതിൻ്റെ അകത്ത് മുളക് പൊടി നമ്മൾ ചേർക്കില്ല. ബിരിയാണി മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി മാത്രമാണ് പൊടികളായിട്ട് ചേർത്തിട്ടുള്ളൂ. സോയാബീൻ അതിൻ്റെ അടിയിൽ സെറ്റായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ കിൻവയിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വയ്ക്കുവാണ്. അപ്പം നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വെന്ത് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി വെജീസ് മാക്സിമം എടുക്കണം. ലോ ഫാറ്റ് യോഗർട്ടിന് കൂട്ടത്തിൽ നമ്മളിത് കഴിക്കും കേട്ടോ. നമ്മുടെ കാലറി അനുസരിച്ച്, അതായത് എനിക്കൊക്കെ ഇപ്പോഴത്തെ ഒരു ഇതിൽ 1450 കാലറിയാണ് ഡെയിലി എടുക്കുന്നത്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസും വർക്കൗട്ടും ഒക്കെ ആകുമ്പോഴേക്കും വെയിറ്റ് ലോസ് കുറച്ച് പെട്ടെന്ന് നടക്കുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് ലെമൺ ജ്യൂസ് നമ്മൾ പിഴിയും കേട്ടോ. തൈര് ചേർത്തായിരുന്നെങ്കിൽ നമ്മൾ ലെമൺ ജ്യൂസ് ചേർക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ തൈരൊന്നും നമ്മൾ ചേർത്തില്ല. ലെമൺ ജ്യൂസ് പിഴിഞ്ഞാണ് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ എടുക്കുന്നത്. സാലഡും റൈത്തി ആദ്യം പറഞ്ഞ പോലെ. അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് എടുത്ത് വയ്ക്കാം. കുക്കിംഗ് അകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് കിടക്കുന്ന കലാപരിപാടികളാണ് ഇതൊക്കെ. ചക്കി ഇക്ഷ വരയ്ക്കുവാണ് അവനെ കൊണ്ട്. ഒരാവശ്യമില്ല. അകത്ത് കയറ്റി വിട്ടോളം പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. പുറത്ത് പോയി കളിയോട് കളിയാണ്. മാളു വിത്ത് സ്പ്രേ ചെയ്യുമായിരുന്നു. അവർക്ക് പാസ്ത ആട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനകത്ത് കുറച്ച് ഫെറ്റാ ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്, ടൊമാറ്റോയും. അവനകത്തേക്ക് കയറ്റി വിട്ടിട്ട് ഡോർ അടച്ചോപ്പാ. അപ്പോൾ ഇതായിരുന്നു ചെടിയുടെ ഇന്നത്തെ വെള്ളവടി. മാളുവിൻ്റെ ഊറായിരുന്നു. അതും കഴിഞ്ഞിട്ട് മാളുവിൻ്റെ ടേണായിരുന്നു. ഇത് സാലഡിനകത്ത് ഇടുന്ന ഫെറ്റാ ചീസ് ആട്ടോ. പക്ഷേ കുക്ക് ചെയ്ത് വെന്ത് വേവാറായി കഴിയുമ്പോൾ കുറച്ച് ഇതിൽ ആഡ് ചെയ്താൽ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പിള്ളേരും കഴിക്കും അത്. കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ? പേടിക്കണ്ട. അതായത് ഈ സാധനം വരത്തൂത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കിംഗ് കഴിഞ്ഞിട്ട് നേരെ സ്റ്റൗവും കൂടെ അങ്ങ് ക്ലീൻ ചെയ്തിട്ടു. അപ്പം ഇന്നിപ്പോൾ ഇനി വേറെ കുക്കിംഗ് നമുക്കില്ല. നമ്മളിന്ന് വരുമെന്ന് പറഞ്ഞ ഗസ്റ്റ് ഇന്ന് എത്തില്ല, നാളെയുള്ളൂ. അപ്പം നമുക്ക് മെയിൻ കുക്കിംഗ് അപ്പോൾ നാളെ ചെയ്യാം. ഫ്രഷ് ഫുഡ് കൊടുക്കാമല്ലോ.
ഇതിപ്പോൾ ചക്കി എനിക്ക് മാസ്ക് ഇട്ട് തന്നേക്കണം കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട്. ചിരിക്കാൻ പറ്റില്ല, ഇതൊക്കെ വരും, പെടി വന്നിട്ടോ ബും. ഫുള്ള് വാഷ് ചെയ്ത് കളഞ്ഞു കേട്ടോ. എന്തെങ്കിലും പ്രത്യേകത ഉണ്ട്, എന്തെങ്കിലും തോന്നുന്നുണ്ട് ചക്കി? ക്ലീനറായി പറഞ്ഞിട്ടുണ്ടല്ലേ. അങ്ങനെ ഇത് കിൻവ റെഡിയായി അല്ലേ? പിള്ളേർക്ക് പാസ്ത ആണോ? പിള്ളേർക്ക് പാസ്ത. അസക്കുട്ടി ഉറങ്ങാണോ? മാളു ചക്കി എന്തിയെ? അല്ല മാളു ചുണിക്കുട്ടി എന്തിയെ? പിടിക്കാൻ വന്നപ്പോഴേക്കും പുള്ളി ഇരട്ടി സ്പീഡിൽ പറക്കുക. ഇങ്ങോട്ട് വാസക്കുട്ടി, വണ്ടി വരും, ഇങ്ങോട്ട് എടുത്തോണ്ട് അവനെ ഓടി എടുത്തിട്ടോ. ഹെൽപ്പ് ആവശ്യണ്ടാ? ഹെൽപ്പ് ആവശ്യണ്ടാ? ഞാൻ 2-3 കിലോഗ്രാം എടുത്താണ്. ഞാനാണെങ്കിൽ മറ്റേ കടയിൽ പോയില്ലാണ് പപ്പട കൊടുത്ത അമ്മ, അന്ന് ഞാനാ എടുത്തേ. കൊച്ചുപോനെയും കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ ആദ്യം വിചാരിച്ചു നമുക്ക് ഇത് പൊളിച്ചു കളഞ്ഞിട്ട് ഇവിടെ ചെയ്യാന്നു. അപ്പൊ അത് ശേഷം പൊളിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടായിരുന്നല്ലോ, നമ്മുടെ സൈഡ് ഇത് ഇച്ചിരി കുശത്തൊക്കെ പോയി, അതിൻ്റെ ഗേറ്റൊക്കെ ഇച്ചിരി നമ്മൾ പെയിൻ്റ് അടിച്ച് ഒക്കെ മാനേജ് ചെയ്യുമായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ പല വെതർ മാറി വന്ന് കുറേ വർഷമായില്ലേ, അപ്പോൾ അതൊക്കെ ദ്രവിച്ചു തുടങ്ങി. അന്നേരം എന്താണേലും ഇത് മറിഞ്ഞാടിപ്പോയി, ഗേറ്റും മറയും വളഞ്ഞായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി പോകുവാണെങ്കിൽ തടി കൊണ്ട് തന്നെ ചെയ്തേക്കാം, ഇതുപോലെ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. അതിപ്പം ആദ്യമേ നമ്മൾ വിചാരിച്ചത് പോകുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ കാണുന്ന ചെടിയുണ്ടല്ലോ അതിങ്ങനെ ഗേറ്റ് പോലെ വെക്കാമെന്നായിരുന്നു ഓർത്തത്. അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്കത് ഓപ്പൺ ആയി കിടക്കും നമ്മളിപ്പോൾ ഈ ഗേറ്റ് പൊളിച്ചാൽ. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പം അപ്പുറത്ത് നമ്മുടെ നെയ്ബേഴ്സ് ഓക്കെയാണ് ഈ സൈഡിലൂടെ നമുക്ക് വെക്കാനായിട്ട്. അപ്പം നമ്മൾ വിചാരിച്ച് മേടിച്ച ചെടി ഇവിടെ ഇങ്ങനെ ഗേറ്റ് പോലെ നീളത്തിൽ അങ്ങ് വെച്ച് കൊടുക്കാമെന്ന്. ഇന്നലെ ഞാൻ മറന്നു പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ചെടിയാത്. ട്രീന് ഇംഗ്ലീഷിൽ പറയണം, മറന്നു മലയാളത്തിൽ പറയുന്നു. അങ്ങനെയല്ലേ, ഞാൻ വലിയ കാര്യമായിട്ട് വാങ്ങിച്ചോണ്ട് വന്ന് അത്രയും പൈസ മരം മേടിച്ചോണ്ട് വന്ന്. നമ്മുടെ ആപ്പിൾ മരം മുട്ടിട്ട് തുടങ്ങിയേക്കുന്നത്, അതായത് ഇല മുളച്ചു തുടങ്ങുന്ന കേട്ടോ ഈ കാണുന്നേ. എന്ത് രസാലേ, എല്ലാ വർഷവും ഇതിന് പുതുജീവനാ. മേപ്പിൾ ട്രീ നിൽക്കുന്നതുണ്ടോ? അതിലിങ്ങനെ കുഞ്ഞു മൊട്ട് പോലെ നിൽക്കുന്ന സംഭവം അതിൻ്റെ ഇല പുറത്തേക്ക് വിടരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂമ്പി നിൽക്കുന്നതാണേ. കണ്ടോ? പയ്യെ ചിലതൊക്കെ വിടർന്നു തുടങ്ങിയിട്ടോ, നല്ല വെയിലടിക്കണതൊക്കെ വിടർന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ കാണുന്നതാണ് നമ്മുടെ അതിര്, പക്ഷെ നമ്മുടെ അതിരയിൽ മുഴുവൻ പാറയാണ്. ഈ പാറപ്പുറത്ത് നമുക്ക് ചെടി നടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അവരോട് ചോദിച്ചിട്ട് ഞാൻ പറയായിരുന്നു ഒരു ഇച്ചിരി ദാക്ഷിണ്യത്തിലൊക്കെ കുത്താൻ, അവരുടെ മുറ്റം മുഴുവൻ കയറി കുത്തല്ലേ എന്നുള്ള രീതി പറഞ്ഞാണ് ഞാൻ. വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഫെൻസ് ഇരുന്നത് ഇവിടെയായിരുന്നു. അപ്പോൾ അതിനോട് ചേർന്ന് ഒരു ചെടിക്ക് അതിൻ്റെ വേരിറങ്ങാൻ പാകത്തിനുള്ളൊരു ഇച്ചിരി സ്പേസ് അത്രയാണ് നമ്മളവിടെ ഉണ്ടാക്കിയേക്കുന്നത്. നമ്മുടെ വീട് ഇറക്കപ്പുറത്തും ഈ വീട് കയറ്റപ്പുറത്തും ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും ഗ്യാപ്പാണ് ബിറ്റ്വീൻ ഉള്ളത്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഒരു ഇച്ചിരി സ്പേസ് ഇട്ടിട്ട് നമ്മൾ കുഴി എടുക്കുവാണ്. നിറച്ച് കല്ലുകൾ, പാറയും കല്ലുകളും. ഇവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാവസ്ഥ. അപ്പോൾ അതാണ് മുഴുവൻ പാറയാണ്. അല്ല ഇവരുടെ ഇങ്ങോട്ട് ചെരിക്കപ്പുറമാണല്ലോ അല്ലേ? പക്ഷെ വീഴുകയല്ലായിരിക്കും അല്ലേ? എവിടെ പരിപാടി അവതരിപ്പിച്ചാലും തോൽവിയാണ്. ഇവിടുന്ന് ഉള്ള ഈ ഒരു നമ്മുടെ ഈ ഗാർഡനിലോട്ടുള്ള ഇത്രയും മാത്രം ലൈൻ അങ്ങ് നീളത്തി വെക്കാമെന്ന് അല്ലേ? അതുകൊണ്ട് ബാക്കി നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഗേറ്റ് പണിയുമ്പോൾ യൂസ് ചെയ്യാനായിട്ടുള്ള കോലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറഞ്ഞതൊരു 7 വർഷമായല്ലേ നമ്മളിവിടെ കീപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെ നമ്മൾ അതിനൊരു തീരുമാനമാക്കിയിട്ടില്ല. ആ കൂടി നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറുണ്ട്, ട്രീ ഉണ്ട്, എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്.
അപ്പം നമ്മൾ മറ്റേ കട്ടിങ് മെഷീൻ മേടിച്ചിട്ട് ഇത് മുഴുവനും നമ്മൾ കട്ട് ചെയ്ത് വിറകാക്കും. പിന്നെ നമുക്ക് ഈ ലോങ് ഇത് നമുക്ക് ബെഡാക്കാമല്ലോ, വെജിറ്റബിൾ ബെഡിന് എടുക്കാൻ പറ്റും. അത് പക്ക കറക്റ്റ് സ്ട്രെയിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ സ്ട്രെയിറ്റ് ആണോ? കറക്റ്റ് ഒരു, അതായത് ഇവിടെ ഒരു പൊടിക്ക് ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്, കാരണം ഇവിടെ പാറയായതുകൊണ്ട് ഇറങ്ങത്തില്ല. അപ്പനും മോനും കൂടിയാണ് കല്ലുകളൊക്കെ കുത്തി കളക്കുന്നതെന്ന് പറഞ്ഞേ. എന്തായി? 2-3 വട്ടം പാറകൾ കിട്ടി, ആണോ? ഇതിപ്പോ കിളച്ച് അവരുടെ അടുക്കളയിലോട്ട് ഇല്ലു. ഇങ്ങോട്ടേക്ക് ഇറങ്ങി അങ്ങോട്ട് കൂടുതൽ തള്ളല്ലേ. ഇതിന് കുറച്ച് വട്ടത്തിൽ വളരും കേട്ടോ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങനെയായിട്ട് പൊക്കത്തിൽ വരും. ആ, അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെച്ചേക്കുന്നത്. പക്ഷെ ഒരു പൊടിക്ക് ഇങ്ങോട്ട് കയറി വരും കേട്ടോ ചായ, വളഞ്ഞു പോവാ. ഓഹോ, യശുക്കുട്ടി പ്ലാന്റ്സ് വാട്ടർ ചെയ്യാൻ പോവാണോ? അതിന് മോദിയ സൺസ്ക്രീൻ തൂത്തില്ല, തൊപ്പി വെച്ചതുള്ളൂ. കുഞ്ഞു പിള്ളേർക്ക് ക്രീം അങ്ങനെ ബേബി ക്രീം തൂക്കോ എനിക്കറിയില്ല. ഞാൻ അകത്തേക്ക് കയറി പോവാന്ന് വിചാരിച്ചോണ്ടാ. ഓക്കെ, ഞാനിപ്പോ ഇവിടെ നിന്നിട്ട് വലിയ കഥയൊന്നും ഇല്ലല്ലോ, കൊച്ചിൻ്റെ കൊടുത്തിപ്പോ. ആണോ? ആ, എന്നാ പിന്നെ എൻ്റെ ഒരു മോട്ടിവേഷൻ വേണമെങ്കിൽ അവിടെ നിൽക്കാം. ഞാൻ ചോദിക്കുന്നേ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോ 2 റൗണ്ട് കഴിഞ്ഞാൽ തീരുക. തടികളെല്ലാം വാരി കൂട്ടി അവിടെ ഇട്ടിട്ട് അതുകൊണ്ട് കളഞ്ഞാലും. പക്ഷെ അതിൻ്റെ അകത്ത് നീളത്തിലുള്ള ഒരു 3-4 പട്ടിക എടുത്തിട്ട് നമുക്ക് ആ ത്രികോണം പോലെ വെച്ചിട്ട് വള്ളിപ്പയർ കയറ്റി വിടാനായിട്ട്. എൻ്റെ ഒരു വലിയ പറമ്പിപ്പണിക്കാരൻ ഇന്നലെ കഞ്ഞിയും കറിയും കഴിഞ്ഞിട്ട് കണ്ട് ഇന്നിപ്പം എന്തോ പുല്ലോട്ടാൻ പോകണോ? ഈശോയെ, എങ്ങോട്ടാണ്? ചൊറിയൻ കണ്ണനൊക്കെ ഉണ്ട് അവിടെ. ഇങ്ങോട്ട് വാ, ഇങ്ങ് വാ ചേട്ടാ. ആ, പുള്ളി നൈസായിട്ട് അതൊരു പുറത്തേക്ക് ഇറങ്ങാൻ നോക്കണേയാണ്, അവനറിയാതെ വഴി ഇറങ്ങിപ്പോ. കുഴി പോലെയുള്ളൊരു സംഭവല്ലേ. ഷാഡോ കാരണം പച്ചക്കറി വളരാതിരിക്കുവോ? അട്ടുണ്ടല്ലേ, അത് മതിയല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ സ്ഥലം അവരും ഇതുപോലെ ഗാർബേജ് എന്ന് പറഞ്ഞാൽ ഗാർഡൻ ഗാർബേജൊക്കെ ഇട്ട് ഇങ്ങനെ കൂട്ടിയിട്ടേക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരിത് കാർ പാർക്കിംഗ് പോലെ യൂസ് ചെയ്യാനായിട്ട് റീസെൻ്റ്ലിയാണ് ക്ലീൻ ആക്കാൻ തുടങ്ങിയത്, ആക്കിയിട്ടേക്കുന്നത് അല്ലേ. അവരുടെ അങ്ങനെ കിടന്നപ്പോൾ നമുക്കും ഒരു മോട്ടിവേഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവരുടെ ക്ലീൻ ആയി കഴിഞ്ഞപ്പോൾ നമുക്കും ഒരു മോട്ടിവേഷൻ കേട്ടോ. പാറയിൽ ഡ്രില്ല് ചെയ്ത് നല്ല രസമായിട്ടുള്ളൊരു ഫെൻസായിരുന്നു നമുക്കിവിടെ ഉണ്ടായിരുന്നത്. ആദ്യം അവരോട് സമ്മതം ചോദിച്ച് നമ്മള് കയറ്റി ചെടി വെക്കുന്നു. ഇത് നമ്മുടെ, പക്ഷെ ഫിൻലൻഡില് അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കില്ല കേട്ടോ. അതായത് അയൽവക്കംകാർക്കും ആവശ്യമില്ല, നമുക്കും ആവശ്യമില്ല. ഇപ്പം 1/2 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമുള്ള കാര്യമല്ല. 2 പേരുടെ ഉത്തരവാദിത്തമാണ് ഭംഗിയായിട്ട് അതിലിരിക്കുക എന്നുള്ളത്. പിന്നെ ഈവൻ നമ്മൾ മേടിച്ച സമയത്ത് നമ്മളെ ഇങ്ങനെ കല്ലെറിഞ്ഞ് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അതെ, ആ കാണുന്ന മൂല നിങ്ങളുടെ, ഈ കാണുന്ന മൂല നിങ്ങളുടെ, അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളോട് പറഞ്ഞത്. അവസാനം അപ്പുറത്തെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ആ ഇരിക്കുന്ന വെല്ലുമര ആ ചേട്ടൻ്റെ പറമ്പിലെയാണ്, പക്ഷെ അവർ ഗ്യാരേജ് വെച്ചപ്പോൾ അങ്ങനെ വെച്ചെന്നേ ഉള്ളെന്ന്. അതായത് ഗ്യാരേജ് വെച്ച് അവരുടെ ആ ഭിത്തി അടച്ചപ്പം അവരുടെ ഒരു കുറച്ച് പറമ്പ് നമ്മുടെ ആയിട്ട് ഇങ്ങനെ മിക്സായിട്ട് കിടക്കുക. പക്ഷെ അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. സെയിം അതുപോലെ തന്നെ ഇവരോട് നമ്മൾ ഇവിടെ പാറയായതുകൊണ്ട് നമുക്ക് മരം വെക്കാൻ പറ്റില്ല. അപ്പോൾ അവർ മരത്തിൻ്റെ വേര് ഇറങ്ങണമെങ്കിൽ ഇവരുടെ പറമ്പിലോട്ട് കയറ്റി നടണം. അപ്പോൾ കയറ്റി നട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഇതിലൊന്നും ശരിക്കും മുളച്ച് വരാത്തത് കൊണ്ട് നമുക്ക് ചെയ്യുന്നതിനും വലിയ കുഴപ്പമില്ല. ഒരു ഇച്ചിരി കൂടെ വൈകി കഴിഞ്ഞാൽ ഇത് നിറച്ച് കാടും പള്ളയും പോലെയാവും. പിന്നെ നമുക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ. എന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ കലക്കി തണ്ണിമത്തലിട്ട്, ഇവൻ കഴിക്കുന്നില്ല, ഇവൻ കഴിച്ച് മടുത്തായിരുന്നു. ഇപ്പം തന്നെ മുളക് പൊടി ഉപ്പും കലക്കിയപ്പോൾ രസക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. പുള്ളി അതിൽ നിന്ന് തന്നെ കോരി കഴിക്കുക. കഴിക്കുന്നു, തൂക്കുന്നു. താത്ത നമുക്ക് പപ്പയ്ക്ക് കൊണ്ട് കൊടുക്കാം. ബാ, നല്ല പഴുത്തു പോയ പൈനാപ്പിളേ തണ്ണിമത്തനായിരുന്നേ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഫുള്ള് ജ്യൂസ് ഇറങ്ങി നോക്കിയേ. എടുത്തു തരാം, ഇങ്ങനെ തരും. അതിനുണ്ടാ പഴുപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒത്തിരി മധുരമാണെങ്കിൽ ഇച്ചിരി ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതല്ലേ. അവൻ വെള്ളം കണ്ടിട്ടാ
വീണോ? ആ കൈയൊക്കെ കൊട്ടി കളഞ്ഞോ കേട്ടോ. ഫിക്സ് ചെയ്തോ? കാറ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞോ? ആ പയ്യെ പോ, വീഴുവേ, സൂക്ഷിച്ച്. ആ ഓ പൊന്നെ, എന്തൊരു സ്പീഡാണോ, എന്തൊരു സ്പീഡാണോ. ഇപ്പം ഈ സമയം കൊണ്ട് മമ്മ 2 ബോക്സ് ചെടി നടാനുള്ള മണ്ണ് നിറച്ചേനെ. വരാവോ? എസ്കുട്ടീനെ ഇങ്ങനെ നോക്കി നിന്ന് എൻ്റെ മണിക്കൂറുകളോളം പോകും. അതെ, ഇപ്പുറത്തേക്ക് ബാക്കിലോട്ട് വാ. നമ്മൾ ആ പോർഷൻ ഇങ്ങ് ക്ലീൻ ആക്കാൻ പോകും. അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി. പക്ഷെ നല്ല തടിയൊക്കെയാണ്. എന്തോ അത് ബെഡ് അടിക്കാൻ അടിപൊളിയാണ്. നമ്മൾ വേറൊരു 1.5 പീസ് ഒക്കെ വെച്ചിട്ടില്ലായിരുന്നോ? അതിൻ്റെ കൂട്ടി വയ്ക്കാം. വെജിറ്റബിൾ ബെഡിനുള്ള പല കഷ്ണം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് തന്നെ അടിക്കാമെന്ന് വിചാരിച്ചു. പണി നടക്കുമ്പോൾ ഇവിടെ എന്താ കാര്യമായിട്ടുള്ള ബേക്കിംഗ് ആണെന്ന് തോന്നുന്നു. വഫിൾസ് ഉണ്ടാക്കണോ? മഫിൻസ് ഉണ്ടാക്കണോ? ഓക്കെ. പ്രത്യക്ഷത്തിൽ ഇപ്പം നമ്മൾ അവർക്ക് ചെടി നട്ട് കൊടുത്ത പോലെ ആയില്ലേ നോക്കി. ആ അക്വേറിയം വൃത്തിയായിട്ടിരുന്നാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി അല്ലേ? എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടം ബിക്കോസ് ആ മീനുകളുള്ളതുകൊണ്ട് ആ മീനുകൾ പോകുന്നുണ്ടോ? ഓർത്തോക്കണെങ്കിൽ കുളിയും കഴിഞ്ഞിട്ടെന്നും പറഞ്ഞു ഇനി ഒന്നുകൂടെ കുളിച്ചിട്ടാണ് കിടന്നുറങ്ങാൻ. ഒരു വീട്ടിൽ അക്വേറിയം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിപ്പം കൂടുതലാണെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ക്ലീൻ ചെയ്ത് നല്ല ഇതാക്കിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ അറിയാണ്ട് എത്ര ക്ലീൻ ചെയ്താലും അതിലോട്ട് നോക്കും ഒരു സങ്കടമായിരിക്കും അല്ലേ? നമ്മൾ പ്രഷർ വാഷ് വെച്ച് വാഷ് ചെയ്യുക കേട്ടോ. വെയിലടിച്ച് കഴിയുമ്പോൾ പായലേ പെട്ടെന്ന് വളരും. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കുറച്ച് പായൽ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ എന്നാലും പെട്ടെന്ന് വളരും. ഇതാണ് റിയൽ ഗോർഡൻ റാംസി ആണ്. റാംസിയോ? എന്നതാ? ഗോർഡൻ റാംസി. ഗോൾഡൻ റാംസിയോ? ഡിന്നർ ആട്ടോ കഴിക്കും. നമ്മള് 8:45 മൂവി നോക്കൂല്ലേ? കുറച്ച് പേര് നമ്മുടെ അടുത്ത്, അതായത് നമ്മൾ കുട്ടികൾക്കും നമ്മളൊക്കെ ഇങ്ങനെ എപ്പോഴും തന്നെ പാസ്തയൊക്കെ കൊടുക്കുമ്പോൾ അത് ഹെൽത്തി ആണോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ പാസ്ത ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പല ടൈപ്പ് മേടിക്കാൻ കിട്ടും. നമ്മൾ ഫുൾ ക്വാണ്ടിറ്റിയാണ് കൂടുതലും മേടിക്കുന്നത്. പിന്നെ നോർമലായിട്ടുള്ളത് മേടിച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് മാക്സിമം വെജീസ് പ്രോട്ടീന് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഹെൽത്തി ഫാറ്റ്സ് ഒക്കെയാണ്, ഒലീവ് ഓയിലൊക്കെ നമ്മൾ ചേർക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം റൈസിൻ്റെ ആയാലും എന്ത് സാധനമായാലും കാർബ് മാത്രമായി കഴിയുമ്പോഴാണ് അത് ഹെൽത്തി അല്ലാത്ത രീതിയിൽ വരുവുള്ളൂ. പിള്ളേർക്ക് ഇത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ എല്ല് മുറിയെ പണിയെടുത്ത് ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. പക്ഷെ അപ്പോഴേക്കും എസക്കുട്ടി എഴുന്നേറ്റ്. ഞാൻ ഫുഡ് ഉണ്ടാക്കി അവർക്ക് കൊടുക്കണ നേരം കൊണ്ട് ഇച്ചേനും കുളിക്കാനുള്ള ടൈം പോലും കിട്ടിയില്ല. എസക്കുട്ടീനും പിടിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണ്. പിന്നെ അവൻ്റെ മുടി ചുമ്മാ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് വെട്ടാനായിട്ട് ഈ ഗ്യാപ്പിൽ. അതിങ്ങനെയായി. നല്ല ഉറക്കത്തിലാശാൻ. നമ്മൾ ക്ലീൻ ചെയ്ത അക്വേറിയം ഇപ്പം ഇങ്ങനെ ആയിട്ടോ. അതിൽ ആ ഫോഗ് കുറച്ച് ഇടുന്നത് ക്ലിയർ ആവും. നമ്മൾ സാമൺ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന പോലെ കേട്ടോ. നല്ല ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് അത് മാത്രം ഇന്ന് ഈവനിങ്ങിൽ എടുക്കുന്നത്. അതുകൊണ്ട് കിൻവ അല്ലേ, സിമയുടെ കൂടെ നമ്മൾ ഇത് കഴിക്കുന്നു. കുട്ടി ഉറങ്ങുമായിരുന്നു, ഒന്ന് എണീറ്റു. നാളെ രാവിലെ എണീക്കണ്ടേ? കുട്ടി